ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാമലക്കണ്ടത്തെക്കുറിച്ച് കാഴ്ചകൾ കണ്ടാലോ. നമ്മൾ ഇതിനു മുമ്പ് മാമലക്കണ്ടത്തിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ പരമാവധി അന്ന് കവർ ചെയ്യാൻ പറ്റാതിരുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് കവർ ചെയ്യാം. സാധാരണ എപ്പോൾ മൂന്നാർക്ക് പോയാലും ഞാൻ മാക്സിമം ചൂസ് ചെയ്യുന്നൊരു റൂട്ട് എന്ന് പറയുന്നത് ഈ മാമലക്കണ്ടം വഴിയാണ്. കാരണം ഈ ഹൈവേയിലൂടെ അങ്ങനെ ഓടി പോകുന്നതിനേക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഈ മാമലക്കണ്ടം വഴിയുള്ള യാത്ര. ഇത് മാമലക്കണ്ടം എന്ന് പറയുന്നത് ശരിക്കും ഒരു ആനക്കാടാണ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ആനകളെ ഒന്നും കണ്ടില്ല. പക്ഷേ ഇത്തവണ ഞാൻ പോകുന്ന വഴിക്ക് പകൽ സമയത്ത് തന്നെ നല്ലൊരു ആനയെ കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ പുറകെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് തട്ടേക്കാട് പാലമാണ്. ഈ പാലം കയറി ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. അപ്പോൾ ഇവിടെ വന്ന് മാക്കാച്ചിക്കാടയെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മളിപ്പോൾ ഈ കണ്ട ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി കഴിയുമ്പോൾ തന്നെയുള്ള ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന മാമലക്കണ്ടം ഏരിയ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നൈറ്റും ഇതിലെ വണ്ടികളെല്ലാം പോകാറുണ്ട്. പക്ഷെ പരിചയമില്ലാത്ത ആരും ഈ ഒരു വഴി നൈറ്റ് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മളിപ്പോൾ ഈ കാണുന്ന കുട്ടമ്പുഴ എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഈ കാണുന്ന റൈറ്റിലേക്കുള്ള വഴിയാണ് നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോകുന്നത്. ലെഫ്റ്റ് പോകുന്നത് നമ്മൾ പൂയംകുട്ടി പോകുന്ന റൂട്ടാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്ത റോഡിൻ്റെ ആ ഒരു കംഫർട്ടൊന്നും ഉണ്ടാവില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കട്ടറുള്ള വഴിയാണ്. നമ്മൾ ഈ ഒരു വഴി കയറിയപ്പോൾ തന്നെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കണ്ടു. വേറൊന്നുമല്ല, ഈ കാണുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾ ഈ ഒരു റിവർ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു തൂക്കുപാലമാണ്. മൺസൂൺ ആകുമ്പോൾ ഇതിന് താഴെ കാണുന്ന ഈ ഒരു റിവറിൽ നല്ല രീതിയിൽ വെള്ളം വരും. ആ ഒരു ടൈമിൽ ഇതിനപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ ഒരു റോഡിലേക്ക് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ വളരെ കഷ്ടപ്പെട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ തൂക്കുപാലമാണ്. അതുകൊണ്ട് തന്നെ മാമലക്കണ്ടത്തേക്കുള്ള യാത്രയിൽ ഈ ഒരു തൂക്കുപാലം കണ്ടാലും അവിടെ ഇറങ്ങാനോ കയറാനോ നിൽക്കണ്ട. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കണ്ട ഒരു ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും ഒരു ചെറിയ ജംഗ്ഷൻ വരും. ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ ഒരു ജംഗ്ഷനിൽ തന്നെ ഒരു ചെറിയ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ പച്ചപ്പിനിടയിൽ ഈ ഒരു പച്ച ബോർഡ് ഇരിക്കുന്നത് അധികം ആരും ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു വഴി നേരെയാണ് നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകേണ്ടത്. ഈ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു ഫസ്റ്റ് ബ്രിഡ്ജാണ് കേട്ടോ ഇത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല മനോഹരമായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോകാം. നമ്മളങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോകുമ്പോൾ പോകുന്ന വഴിയുടെ റൈറ്റ് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതുപോലെയുള്ള ഫെൻസിങ് ലൈനെല്ലാം കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ ആനകളുടെ സാന്നിധ്യമുള്ളൊരു പ്ലേസാണ്. നമ്മുടെ ഈ മാമലക്കണ്ടത്തെ കാട് എന്ന് പറയുന്നത് തന്നെ ആനകൾക്ക് പേരിട്ടുള്ളൊരു കാടാണ്. ഈ ഒരു വഴി രാത്രികാലങ്ങളിലുള്ള യാത്ര കുറച്ച് റിസ്ക്കാണ്. കാരണം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ആനകൾ തന്നെയാണ്. ഈ ഒരു സ്ഥലം ശരിക്കും കുട്ടമ്പുഴയോടും അതുപോലെ നമ്മുടെ ആനക്കുളത്തിനോടെല്ലാം അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ആനകളുടെ സാന്നിധ്യം വളരെയധികം കൂടുതലാണ്. ആനകൾക്ക് കഴിക്കാൻ വേണ്ട ഈറ്റയും പുല്ലും വെള്ളവും എല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു വഴിയെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ആനയെ കാണാനും പറ്റും. ശരിക്കും ഈ ഒരു റോഡിലൂടെ നമ്മൾ പോകേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് മൺസൂൺ ടൈമിൽ തന്നെയാണ്. കാരണം ആ ഒരു ടൈമിൽ ഇവിടെയുള്ള പച്ചപ്പും ഹരിതാഭയും വെള്ളക്കെട്ടും അതുപോലെ ചെറിയ ചെറിയ അരുവികളെല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ പോകുന്ന വഴി മുഴുവൻ ഇതുപോലെ ചെറിയ ഒരു കോൺക്രീറ്റ് റോഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാറ് പോകാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമാണ് ഈ റോഡിൽ പല ഭാഗത്തും ഉള്ളത്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഒതുക്കി കൊടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും എന്താ ഒരു കാറ് കിടക്കുന്നുണ്ടല്ലേ. ആ ഒരു കാർ അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്ക് എടുത്തിട്ട് പോകാനും പറ്റുന്നില്ല. അത്രയും വീതി കുറഞ്ഞ വഴിയാണ് ഈ ഒരു ഭാഗത്ത്. അത്രയും വീതി കുറഞ്ഞൊരു വഴിയാണെങ്കിൽ കൂടി ഈ ഒരു വഴിയിലൂടെ KSRTCയും അതുപോലെ പ്രൈവറ്റ് ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലൊരു കാഴ്ച കാണാൻ പറ്റും. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പാലം പൊളിച്ചിട്ട് ഇപ്പോൾ അത് വലുതാക്കി പണിയുന്ന പരിപാടിയാണ്. ഈ ഒരു പാലം പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് താഴെ കാണുന്ന ഈ ഒരു വെള്ളത്തിലൂടെ വേണം നമ്മൾ വണ്ടി ഓടിച്ചിട്ട് വരാനായിട്ട്.
അപ്പോൾ ബൈക്ക് ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് വലിയതും ചെറുതുമായിട്ടുള്ള പാറക്കല്ലുകളെല്ലാം ഈ ഒരു വെള്ളത്തിൽ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വഴിയിലൂടെയുള്ള യാത്രയും ഈ ഒരു റിവർ ക്രോസിങ്ങും അതെല്ലാം ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. പണ്ട് നമ്മൾ ഈ മാമലക്കണ്ട റൂട്ടിലൊക്കെ പോകുമ്പോൾ സാധാരണ ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു റൂട്ടിൽ കയറി കഴിഞ്ഞാൽ ആകെ കാണാൻ പറ്റുന്നത്. പക്ഷേ മാമലക്കണ്ടം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം നല്ല രീതിയിൽ ഫേമസ് ആയതോടുകൂടി ഒരുപാട് സഞ്ചാരികളാണ് ഈ ഒരു വഴി മൂന്നാർക്കും അതുപോലെ മാമലക്കണ്ടം കാണുന്നതിന് വേണ്ടിയൊക്കെ ആയിട്ട് വരുന്നത്. ഇത് ശരിക്കും നമുക്ക് മൂന്നാറിലേക്ക് പോകുന്നതിന് വേണ്ടി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വഴി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മൂന്നാർക്ക് പോകുന്ന വഴിക്ക് ഇതിൽ തന്നെയാണ് കയറി പോകുന്നത്. നമ്മൾ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കുട്ടമ്പുഴ ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് വാച്ചർമാരെയും അതുപോലെ അവർ താമസിക്കുന്ന ഷെഡുകളെല്ലാം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴി പോകുമ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ച് തന്നെ പോവുക. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലേക്കും ഡീവിയേഷനും നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. പക്ഷേ ഇടയ്ക്ക് വണ്ടി നിർത്തി അങ്ങോട്ടേക്കൊന്നും തിരിഞ്ഞു പോവാതെ നമ്മൾ ഈ ഒരു റൂട്ടിലൂടെ തന്നെ പോവുക. നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന ചെറിയൊരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മാമലക്കണ്ടത്തിൻ്റെ വീഡിയോയിലും ഈ ഒരു വ്യൂ പോയിൻറ്റും അതുപോലെ ഈ കാണുന്ന ചെറിയൊരു ഏർമാടമെല്ലാം നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടത് വെച്ച് നോക്കുമ്പോൾ ഇതിന് രണ്ടിനും ഇപ്പോഴും ഒരു മാറ്റമില്ല എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോകുമ്പോഴേക്കും വീണ്ടും നമുക്കൊരു ചെറിയ റിവർ ക്രോസിങ് കിട്ടും. അത് ഒരു റിവർ ക്രോസിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും ഈ ഒരു ഭാഗത്ത് വെള്ളം ഇങ്ങനെ ചീറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. അങ്ങനെ നമ്മൾ കാടിനകത്തോട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചെറിയൊരു മഴ സ്റ്റാർട്ട് ചെയ്തു. റെയിൻകോട്ട് ഇടാനായിട്ട് ടൈം ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ കയ്യിൽ ക്യാമറയും മറ്റും ഉള്ളതുകൊണ്ടും എങ്ങനെയെങ്കിലും ഒരു ഷെഡിൽ കയറി നിൽക്കണം എന്നും പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷെഡ് കാണുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ വനമേഖല കഴിഞ്ഞു എന്ന്. കഴിഞ്ഞിട്ടില്ല, ഈ ഒരു സ്ട്രെച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇതുപോലത്തെ വേറൊരു സ്ട്രെച്ച് കൂടി നമുക്കിനി പാസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു ചായക്കട നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്നൊരു ചെറിയ കട്ടനെ കുടിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയത്. ഇനി നമ്മൾ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കണേ. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഈ ഒരു റോഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെറിയൊരു ഡീവിയേഷൻ എടുത്താണ് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തപ്പോഴേക്കും അതിൽ നമുക്ക് പോകാൻ പറ്റാതിരുന്ന ഒരു സ്ഥലം നമ്മൾ ചെക്കനെ വിട്ട് വീഡിയോ എടുത്തിരുന്നു. ചെക്കൻ എന്ന് ഉദ്ദേശിച്ച വേറെ ആരുമല്ല, എൻ്റെ ഡ്രോണാണ്. അപ്പോൾ ആ സ്ഥലം ഏതാണെന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കും. ആരൊക്കെ ആ വീഡിയോ കണ്ടിട്ട് ഓർത്തിരിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ അടുത്തുള്ള വീട്ടിൽ ഒരു ചേട്ടൻ കൊക്കോ ഇതേപോലെ പൊട്ടിച്ച് അതിൻ്റെ കുരുവെല്ലാം എടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങിന് മുമ്പുള്ള പരിപാടികളാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കാഴ്ചയെ കണ്ടിട്ട് നമ്മൾ നേരെ പ്ലേസിലേക്ക് പോയി. എന്താ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു അമ്പലത്തോടു കൂടി ആ അമ്പലത്തിൻ്റെ സൈഡിലൂടെ പോകുന്ന ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടില്ലായിരുന്നു. അതാണിത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എങ്ങനെ വരണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കൊന്നും വരാൻ നിന്നില്ല. പക്ഷേ ഇത്തവണ ആ ഒരു വഴി കണ്ടുപിടിച്ച് ആ ഒരു സ്ഥലം വിസിറ്റ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഈ ഒരു വഴിക്ക് പോകാനായിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം കൂടി വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും.
കാരണം നമ്മുടെ യാത്രയുടെ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് കുറച്ച് സേഫായിട്ട് നിന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചെക്ക് ഡാം പോലുള്ള ഏരിയ ഉണ്ട്. ആ ഒരു ഭാഗത്ത് ഒരുപാട് പേര് നിന്ന് കുളിക്കുന്നതും കണ്ടു. അപ്പോൾ യാത്രയുടെ ഇടയിൽ ഇതുപോലെ നല്ല തണുത്ത വെള്ളത്തിൽ ഒരു കുളിയൊക്കെ പാസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിഫ്രഷ്ഡ് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒരു ഭാഗത്തെ കാഴ്ച നമുക്ക് ഇങ്ങനെ കണ്ടാൽ പോരല്ലോ. ഇതിൻ്റെ മനോഹാരിത കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ചെക്കനെ വിട്ടിട്ട് കുറച്ച് ഏരിയൽ ഷൂട്ട് കണ്ടാലോ. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി പോകുന്നത് മുനിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റാതിരുന്നൊരു സ്ഥലമാണിത്. ശരിക്കും പറഞ്ഞാൽ അന്ന് വരുമ്പോൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് വേണം പറയാൻ. അത്യാവശ്യം ഒരു ചെറിയ ഓഫ് റോഡെല്ലാം കയറി വേണം നമ്മൾ ഈ ഒരു പ്ലേസിലേക്ക് പോകാനായിട്ട്. നമ്മുടെ സ്വന്തം വണ്ടിയും കൊണ്ട് പോകാനായിട്ട് അത്ര കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ റോഡിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ജീപ്പ് സഫാരിയുടെ സെൻറ്റേഴ്സ് എല്ലാം കാണാൻ പറ്റും. അവിടെ നിന്ന് ഒരു ജീപ്പ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരാണെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. നമ്മളെന്തായാലും ഈ കാണുന്ന ഒരു ഭാഗത്ത് വണ്ടി വെച്ചിട്ട് ഇനി നടന്നാണ് അകത്തേക്ക് പോകുന്നത്. നിങ്ങളിനി വണ്ടി ഓടിച്ച് പോകാനായിട്ട് കോൺഫിഡൻ്റ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ബൈക്കിനോ ജീപ്പിനോ ഒക്കെ മുന്നോട്ട് പോകാം. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഹാഷ് ബാക്കോ സെഡാൻ ടൈപ്പോ ആയിട്ടുള്ള കാറുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴിക്ക് കൊണ്ടുവരാനും പറ്റില്ല. നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ വലിയൊരു മലയും കോട നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമെല്ലാം കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇവിടെ നിന്ന് മഴക്കാലം ആയതുകൊണ്ടാണ് ഈ കാണുന്ന അരുവികളിലെല്ലാം നമുക്ക് വെള്ളം കാണാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ജീപ്പ് സഫാരിയിലെ ഒരു ജീപ്പാണ് ഈ വരുന്നത്. ഇതുപോലെ വരുന്ന ടൂറിസ്റ്റുകൾ അവിടെ വന്ന് ജീപ്പ് സഫാരി ചൂസ് ചെയ്യുമ്പോഴേക്കും അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഈ ഒരു ജീപ്പ് സഫാരിയും ശരിക്കും ഇവിടെ വരുമ്പോഴേക്കും ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ. ശരിക്കും മഴക്കാലത്താണ് ഈ ഒരു സ്ഥലം അതിൻ്റെ മാസ്മരിക ഭംഗി നമുക്ക് കാണിച്ചു തരിക. ഇവിടുത്തെ ക്ലൈമറ്റും അതുപോലെ ഈ കാണുന്ന ലാൻഡ്സ്കേപ്പും എല്ലാം തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. ഇനി ഇതുകൂടാതെ ഒരു മുനിയറയും നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. അപ്പോൾ മുനിയറ കാണുന്ന ഭാഗത്തേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കല്ലുകളെല്ലാം കാണാൻ പറ്റും. ഇതുപോലുള്ള കല്ലുകളും പാളികളും എല്ലാം ഉപയോഗിച്ചാണ് മുനിയറകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ചെറിയ മുനിയറയാണ്. ശരിക്കും 3 തട്ടുകളായിട്ട്, അതായത് 3 റൂമുകളായിട്ടാണ് ഈ ഒരു മുനിയറ ഉണ്ടായിരുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു ഭൂചലനത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മേൽക്കൂരയിൽ ഉണ്ടായിരുന്ന കല്ലുകൾ 3ആയിട്ട് പിളർന്ന് ഇപ്പോൾ ഈ കാണുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ വന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് വേനൽ കടുത്ത് നിൽക്കുന്ന സമയത്താണ് അവർ വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അവരിവിടെ വന്ന് പ്രാർത്ഥിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ മഴ പെയ്യും എന്നാണ് അവരുടെ വിശ്വാസം. പണ്ടുകാലത്ത് മുനിമാരിവിടെ താമസിച്ച് തപസ് ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ മധുരയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഇതെന്നും 2 വാദം നിലനിൽക്കുന്നുണ്ട്. ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും ആ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു ചെറിയ ബ്രിഡ്ജാണ്. ഈ ഒരു ബ്രിഡ്ജിൽ നമ്മൾ വണ്ടി ഒന്ന് നിർത്തുകയും ചെയ്തു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തന്നെയാണ്.
വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളവും ആ വെള്ളത്തിനടിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന പാറകളും മീനും അതൊരു പ്രത്യേക രസം തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോയത്. ഓക്കെ, നമ്മളിത് ഇപ്പോൾ മാമലക്കണ്ടം യാത്രയുടെ ഇടയ്ക്ക് നമുക്ക് കിട്ടിയ 2-3 ഫ്രണ്ട്സ് ആട്ടോ. 3 അല്ല, ആക്ച്വലി 4 പേരുണ്ട്. എല്ലാവരും ചേർത്തലക്കാർ. എല്ലാവരും ചേർത്തലല്ലേ? ഓക്കെ, ഇപ്പോൾ പേര് പറഞ്ഞാലോ? അൽതാഫ്, ആദിൽ, അൻസിൽ. ഓക്കെ, അപ്പോൾ ഇവരെ 4 പേരെ നമുക്ക് വഴിക്ക് കിട്ടി. 3 വരെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. നമ്മൾ അടുത്തത് പോകുന്നത് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനായിട്ടുള്ള മാമലക്കണ്ടം സ്കൂളിലേക്കാണ്. നമ്മുടെ കഴിഞ്ഞ മാമലക്കണ്ടം വീഡിയോയിലും ഈ ഒരു സ്കൂളിൻ്റെ വീഡിയോ നല്ല ഭംഗിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ കാണിച്ചില്ലെങ്കിൽ, അതല്ല ഈ ഒരു സ്കൂള് നമ്മുടെ വീഡിയോയിൽ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പൂർണ്ണത ഉണ്ടാവില്ല. അപ്പോൾ എറണാകുളം ജില്ലയിലുള്ള ഒരു അടിപൊളി ഗവൺമെൻറ് സ്കൂളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു സ്കൂളിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഈ സ്കൂളിൻ്റെ പുറകിൽ കാണുന്നത്. സ്വന്തമായിട്ട് വാട്ടർഫോൾ ഉള്ള ഒരു സ്കൂൾ. ഈ വെള്ളച്ചാട്ടം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ മഴക്കാലത്ത് തന്നെ വരികയും ചെയ്യണം. ഈ സ്കൂളിലിരിക്കുന്ന ഒരു ആംബിയൻസ് നോക്കി, 4 ചുറ്റിനും വലിയ മലകളും ആ ഇരിക്കുന്ന ഒരു പ്ലേസ് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു സ്കൂളിന് മുന്നിൽ തന്നെ നമുക്ക് ഒരുപാട് ഷോപ്സ് കാണാൻ പറ്റും. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ആൾത്തിരക്കോ ഇത്രയും കടകളോ ഒന്നും തന്നെ ഈ ഒരു വഴിയിലോ ഈ ഒരു സ്കൂളിന് മുന്നിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്കൂളിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ കാടിൻ്റെ അടുത്തൊരു സ്ട്രെച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലൊരു ചെറിയ പാലം കാണാൻ പറ്റും. ഈ ഒരു പാലവും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, മാമലക്കണ്ടത്ത് ഒരുപാട് ആനയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാനയെ പോലും നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന്. പക്ഷേ വിഷമിക്കണ്ട, ആനതേ പുറകെ വരുന്നുണ്ട്. നമ്മളങ്ങനെ കാടിൻ്റെ ഭംഗിയും ഇവിടെയുള്ള അരുവികളും ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് വെയിലെല്ലാം മാറി ഒരു ചെറിയ ചാറ്റൽ മഴയും ഒരു കോടമഞ്ഞും വന്നു. ഈ കോടമഞ്ഞ് ആസ്വദിച്ച് തുടങ്ങുന്ന ടൈമിലാണ് ഇവിടെ എത്തിയപ്പോഴേക്കും പെട്ടെന്ന് വണ്ടി ഒന്ന് നിർത്തിയത്. പ്രത്യേകിച്ച് അങ്ങനെ വണ്ടി നിർത്താനായിട്ടൊരു കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ നിർത്തണമെന്ന് തോന്നി, ജസ്റ്റ് ഒന്ന് നിർത്തി. അതിനുശേഷം ഇങ്ങനെ കണ്ണോടിച്ച് നോക്കുമ്പോഴാണ് ആ ഭാഗത്ത് നിന്ന് ഒരു കൊമ്പൻ നമ്മുടെ നേരെ നിന്ന് നോക്കി ചെവിയൊന്നും ആട്ടാതെ ഒരു സ്റ്റാച്ചു പോലെ അങ്ങനെ നിൽക്കുന്നു. കുറച്ചു നേരം ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചു, നമ്മുടെ ക്യാമറ ബാക്കിൽ നിന്ന് എടുത്ത് വീഡിയോ എടുക്കണോ അതോ വണ്ടി എടുത്തിട്ട് പോകണോ? കാരണം ഏകദേശം ഒരു 15 മീറ്ററിനുള്ളിലാണ് ആനയും ഞാനും നിന്നിരുന്ന ദൂരം. പിന്നെ അധികം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് കയ്യിലുണ്ടായിരുന്ന മൊബൈലിലാണ് ഈ ഒരു ഫൂട്ടേജ് ഞാൻ എടുത്തത്. കാരണം ആന എങ്ങാനും പെട്ടെന്ന് ഓടി വന്ന് ക്യാമറ എടുത്ത് വയ്ക്കാനും വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള ടൈമൊന്നും കിട്ടില്ല. അങ്ങനെ മാമലക്കണ്ടത്തെ കാഴ്ചകളും ആനയെല്ലാം കണ്ട് നമ്മൾ നേരെ മൂന്നാർ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ മൂന്നാർ പോയിട്ട് നമുക്കിനി അടുത്ത ദിവസം വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ മൂന്നാറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചീയപ്പാറ വാട്ടർഫോളിൻ്റെ മുകളിലെ ഭാഗമൊന്ന് കണ്ടാലോ? നമ്മൾ സാധാരണ മൂന്നാറിലേക്ക് നമ്മുടെ ഹൈവേ വഴി പോകുമ്പോൾ ചീയപ്പാറ വാട്ടർഫോളിൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുത്തു അവിടെ നിന്ന് കാഴ്ചകൾ കണ്ടൊക്കെ പോകാറില്ലേ? ഈ വാട്ടർഫോളിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണെന്നുള്ളത് ആർക്കെങ്കിലും അറിയാമോ? അപ്പോൾ ആ ഒരു സ്ഥലം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത്. അങ്ങനെ ഒരുവിധം ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് നിന്നു. ഈ കാണുന്ന ഒരു ചെറിയ ഷെഡിൻ്റെ അവിടെ നിന്ന് താഴേക്ക് കിടക്കുന്ന ഒരു വഴിയാണ് ഇറങ്ങിപ്പോകേണ്ടത്. നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു ചെക്ക് ഡാമും അതുപോലെ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്ന ഒരു ഏരിയ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചീയപ്പാറ വാട്ടർഫോളിൻ്റെ മുകൾ വശം. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ചീയപ്പാറ വാട്ടർഫോളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച കാണാനും പറ്റി. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് നേരം ഇവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. പോകുന്ന വഴിക്ക് പെട്ടെന്ന് നമ്മുടെ അന്തരീക്ഷമെല്ലാം മാറി നല്ല രീതിയിൽ ആ ഒരു വഴിയിലേക്ക് കോട കയറാൻ തുടങ്ങി. ഈ കോടമഞ്ഞിൽ ബൈക്ക് ഓടിക്കുന്നതിൻ്റെ ഒരു സുഖം അത് പറഞ്ഞറിയിക്കണ്ടല്ലോ അല്ലേ? എന്തായാലും അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം.
അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇന്നത്തെ ഒരു ദിവസത്തെ കറക്കമെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് മൂന്നാറിനടുത്തുള്ള മധുമന്ത്ര എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. നമ്മൾ ഈ ഒരു റിസോർട്ട് ചൂസ് ചെയ്യാനായിട്ടൊരു കാരണമുണ്ട്. ഈ ഒരു റിസോർട്ട് നിൽക്കുന്ന ഒരു ആംബിയൻസ് കണ്ടില്ലേ, അത് തന്നെയാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ശരിക്കും ഒരു പ്ലാന്റേഷനകത്ത് ഒരു കാടിൻ്റെ പ്രതീതി തോന്നുന്ന ഒരു ഏരിയയിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ മൂന്നാറിൻ്റെ തിരക്കിൽ നിന്നെല്ലാം മാറി വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ട് ചൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. കാരണം ഈ ഒരു റിസോർട്ട് നിൽക്കുന്ന ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് എന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ മൂന്നാർ പോകുമ്പോൾ ഇതുപോലൊരു ആംബിയൻസിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ടിൻ്റെ നമ്പർ ഞാൻ എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നെന്തായാലും നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ ഇന്നിവിടെ റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം ആവാം ബാക്കി നമ്മുടെ കറക്കമൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.